നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പട്ടാപ്പകൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 10 പവൻ സ്വർണവും പണവും കവർന്നു. കാരത്തൂർ മർക്കസ് റോഡിന് സമീപം കല്ലിങ്ങൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ മോഷണം നടന്നത്. വീട്ടുകാർ രാവിലെ ആശുപത്രിയിൽ പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. കാരത്തൂർ മർക്കസ് റോഡിൽ പരേതനായ കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത്. കുഞ്ഞുമൊയ്തീന്റെ ഭാര്യ ഖദീജയുടെ സർജറിക്കായി കുടുംബം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇന്നലെ എൻ്റെ പെങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് 9 മണിക്ക് ഇവർ ജൂബിലി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ തിരിച്ച് വന്ന് പിള്ളേർ 5:30 മണിക്കാണ് പിള്ളേർ സ്കൂൾ തിരിച്ച് വന്നത്. തിരിച്ച് വന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ ഡ്രില്ലൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ 10 പവൻ്റെ സ്വർണം പോയി. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഇവിടെ കള്ളന്മാരെ സെറ്റ് ഉണ്ടായിട്ടുണ്ട്. ഗൗത്തിന്ന് മാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിച്ചത് മുക്കുവണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഇതേമാതിരി ഇപ്പോൾ കഴിഞ്ഞ റമദാനക്ക് ഇതേമാതിരി പൂട്ട് പൊട്ടിച്ച്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടി വന്നിട്ടുണ്ട്. ഫുള്ള് കള്ളന്മാരെ സെല്ലാണ് ഇവിടെ ഈ ആളില്ലാത്ത തക്കം നോക്കിയിട്ടാണ് ഇവർ വരുന്നത്. കളവ് നടന്നപ്പോൾ അവിടുത്തെ ഇത് മഞ്ഞപ്പൊടി കത്തിരിക്കണം. അത് തെളിവിട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഉള്ളു 3 അൽമാര പൊട്ടിച്ചിരിക്കണം. ഈ 3 അൽമാറിൻ്റെ മേലെ കംപ്ലീറ്റ് റൂമിലും കംപ്ലീറ്റ് മഞ്ഞപ്പൊടി കത്തിരി. അറിയുന്ന ആള് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ല. ആളില്ലാത്ത ഒക്കെ നോക്കിയിട്ടാണ് ആരായിരുന്നോ ആൾക്കാരാണിത്, അല്ലാതെ ഇപ്പം അങ്ങനെ വരില്ല. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് മഞ്ഞൾപ്പൊടി വിതറിയത് കണ്ടത്. ഇത് കണ്ട കുട്ടികൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ എത്തി നോക്കിയപ്പോഴാണ് ഗ്രിൽസ് തകർത്തതായി കണ്ടെത്തിയത്. ഇന്നലെ ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ കള്ളം കയറി ഒരു 9 മണി 6:30 ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. 10 പവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അലമാറൊക്കെ കുത്തി തുറന്നു. വീട്ടിൽ 3 അലമാറയാണുള്ളത്. 3 തുറന്നിട്ടുണ്ട്. സ്വർണം കൊണ്ടുപോയിട്ട് 10.5 പവനോളം കൊണ്ടുപോയി. പണം ഞങ്ങളതൊന്നും ഇല്ല. ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടാവും. അത് എടുത്തിക്കണെന്നാണ് പറയുന്നത്. ഇല്ല, അതിനു മുമ്പ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട്. ഗ്രില്ല് തുറന്ന് കയറുക, പൂട്ട് പൊട്ടിച്ച് പെട്ടെന്ന് കാണുന്ന കാരണം പെട്ടെന്ന് അവർ ഓടി രക്ഷപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അത് രാത്രിയാണ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല, പകലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരാതിപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് പരാതിപ്പെട്ടത്. ഇത് പരാതിപ്പെട്ടത്. അലമാരകളിൽ സൂക്ഷിച്ച 10 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഇതിന്റെ മുമ്പും മോഷണ ശ്രമം നടന്നതായി വീട്ടുകാർ പറയുന്നു. വെട്ടൻ ന്യൂസ്, തിരൂർ.